ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമുക്കിന്ന് ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ അനുഗ്രഹിക്കണമേ. ക്ലാസ് എടുക്കുന്ന എന്നെയും ക്ലാസ് ശ്രവിക്കുന്ന മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ആമേൻ. മക്കളെ, സുഖാണോ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് എഴുതിയോ? ഇപ്രാവശ്യം സുഖമായിരുന്നു അല്ലേ? 1 വേർഡ് മാത്രമേ നമുക്ക് എഴുതാനുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമാണ്. 6ാമത്തെ പാഠഭാഗം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? 6ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? എന്താണ്? ദൈവരാജ്യം എന്നാണ് 6ാമത്തെ പാഠത്തിന്റെ പേര്. ഇനി ദൈവരാജ്യം എന്താണെന്ന് ആർക്ക് പറയാം? എന്താണ് ദൈവരാജ്യം? ദൈവത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി ഈ നമ്മുടെ 7ാമത്തെ പാഠത്തിന്റെ പേരാണ് ഉപമയിൽ വിരിയുന്ന ദൈവരാജ്യം. എന്താണ്? ഉപമയിൽ വിരിയുന്ന ദൈവരാജ്യം. ഇനി എന്താണ് ഉപമ? ഉപമ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ് ഉപമകൾ പറഞ്ഞത്? യേശുവാണ് ഉപമകൾ പറഞ്ഞത്. ഇനി ഏതെല്ലാം ഉപമകൾ നമ്മൾ കേട്ടിട്ടുണ്ട്? 2-3 ഉപമകളൊന്ന് പറഞ്ഞേ. വിതക്കാരൻ്റെ ഉപമ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ, വിത്തിൻ്റെ ഉപമ, അങ്ങനെ ധാരാളം ഉപമകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ യേശു എല്ലാവരെയും പഠിപ്പിച്ചു. തന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന അരമായ ഭാഷയിലും ശൈലിയിലുമാണ് യേശു സംസാരിച്ചത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ യേശു എല്ലാവരെയും പഠിപ്പിച്ചു. തന്നെ ശ്രവിക്കുന്ന, തന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന അരമായ ഭാഷയിലും ശൈലിയിലുമാണ് യേശു സംസാരിച്ചത്. അപ്പൊ യേശു സംസാരിച്ചിരുന്ന ഭാഷ എന്താണ്? അരമായ ഭാഷ. ഗലീലിയോ ഗ്രാമക്കാരനായിരുന്ന യേശു തന്റെ പ്രബോധനങ്ങളിലും പ്രസംഗങ്ങളിലും ധാരാളം സാരോപദേശ കഥകളും ഉപമകളും ഉപയോഗപ്പെടുത്തി. അപ്പൊ ഗലീലിയ ഗ്രാമക്കാരനായിരുന്ന യേശു തന്റെ പ്രസംഗങ്ങളിലും പ്രബോധനങ്ങളിലും ധാരാളം ഉപമകള് ഉപയോഗപ്പെടുത്തി. അപ്പൊ യേശു ഏത് ഗ്രാമക്കാരനായിരുന്നു? ഗലീലിയ ഗ്രാമക്കാരനായിരുന്നു യേശു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരാബോളെ എന്ന ഗ്രീക്ക് പദമാണ് ഗ്രീക്കിൽ ഉപമയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ പരാബോളെ എന്ന ഗ്രീക്ക് പദമാണ് ഉപമയ്ക്ക് ഗ്രീക്കിൽ പറയുന്ന പേര്. പരാ എന്നും ബലയാൻ എന്നുമുള്ള 2 പദങ്ങളുടെ സംയുക്ത രൂപമാണ് അത്. അതിന്റെ അർത്ഥം എന്താണ്? അരികിൽ എറിയുക, സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ പഠിക്കുന്നത് താരതമ്യം എന്താണെന്നാണ്. എന്താണ് താരതമ്യം? ശ്രോതാക്കൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത മറ്റൊന്ന് വിശദമാക്കി കൊടുക്കുന്നു. അപ്പൊ കേൾക്കുന്ന ആൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത മറ്റൊന്ന് വിശദമാക്കി കൊടുക്കുന്നു. ഉദാഹരണം പുളിമാവ്. പുളിമാവിന്റെ പ്രവർത്തനം അറിയാത്തവരായി ആരുമില്ല അല്ലേ? അപ്പൊ എന്താണ് താരതമ്യം? ശ്രോതാക്കൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത മറ്റൊന്ന് വിശദമാക്കി കൊടുക്കുന്നു. അടുത്തത് ഇനി എന്താണ് ഉപമ എന്ന് നമുക്ക് നോക്കാം. നാടകീയതയോടെ ഒരു കാര്യം വിവരിക്കുന്നു. വിവരണ വിഷയം സങ്കല്പ സൃഷ്ടിയാണ്. എന്നാൽ അവതരണ ശൈലിയുടെ നാടകീയത കൊണ്ട് വൈകാരികത നിറഞ്ഞു നിൽക്കും.
ഉപമയുടെ അവസാനം ശ്രോതാവിന്റെ മനസ്സിൽ വിധി പ്രസ്താവന നടത്താൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് ഉപമ? നാടകീയതയോടെ ഒരു കാര്യം വിവരിക്കുന്നു. വിവരണ വിഷയം സങ്കല്പ സൃഷ്ടിയാണ്. എന്നാൽ അവതരണ ശൈലിയുടെ നാടകീയത കൊണ്ട് വൈകാരികത നിറഞ്ഞു നിൽക്കും. ഉപമയുടെ അവസാനം കേൾവിക്കാരുടെ മനസ്സിൽ വിധി പ്രസ്താവന നടത്താൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണം: ധൂർത്തപുത്രൻ, നല്ല സമരിയാക്കാരൻ, ധനവാനും ലാസറും തുടങ്ങിയവ. ഇനി സാരോപദേശ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് സാരോപദേശ കഥ? ഇത്തരം കഥകളിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ ഘടകത്തിനും അർത്ഥമുണ്ടാകും. അപ്പൊ ഇത്തരം കഥകളിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ ഘടകത്തിനും അർത്ഥമുണ്ടാകും. കഥ പറയുന്ന ആൾ തന്നെ അർത്ഥവും വിവരിച്ചു കൊടുക്കേണ്ടി വരും. സങ്കല്പ്യ കഥയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലുള്ള വഴി കഥാകാരൻ തന്നെ വെളിപ്പെടുത്തണം. ഉദാഹരണം: വിളവെടുപ്പ്, കൊയ്ത്തുകാർ. അപ്പൊ എന്താണ് സാരോപദേശ കഥ? ഇത്തരം കഥകളിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ ഘടകത്തിനും അർത്ഥമുണ്ടാകും. കഥ പറയുന്ന ആൾ തന്നെ അർത്ഥവും വിവരിച്ചു കൊടുക്കേണ്ടി വരും. സങ്കല്പ കഥകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി കഥാകാരൻ തന്നെ വെളിപ്പെടുത്തണം. ഉദാഹരണം: വിളവെടുപ്പ്, കൊയ്ത്തുകാർ. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നു, ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചില്ല. യേശുവിന്റെ പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദു ദൈവരാജ്യം ആയിരുന്നു. സാധാരണക്കാരുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലൂടെയും സംഭവങ്ങളിലൂടെയും കഥകളിലൂടെയും ഉപമകളിലൂടെയും അവിടുന്ന് ദൈവരാജ്യത്തിന്റെ രഹസ്യം ഏറെ ലളിതമായും വ്യക്തമായും അവർക്ക് പകർന്നു കൊടുത്തു. അപ്പൊ ഉപമകളിലൂടെ അല്ലാതെ അവൻ സംസാരിച്ചില്ല. യേശുവിന്റെ പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദു ദൈവരാജ്യമായിരുന്നു. സാധാരണക്കാരുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലൂടെയും സംഭവങ്ങളിലൂടെയും കഥകളിലൂടെയും ഉപമകളിലൂടെയും അവിടുന്ന് ദൈവരാജ്യത്തിന്റെ രഹസ്യം ഏറെ ലളിതമായും വ്യക്തമായും അവർക്ക് പറഞ്ഞുകൊടുത്തു. ആകാശത്തിലെ പറവയും വയലിലെ ലില്ലിയും പുളിമാവും ഉപ്പും സന്ധ്യയാകുമ്പോൾ വാടുന്ന പുല്ലും മഹത്വമുള്ള സോളമനുമെല്ലാം യേശുവിന്റെ ഉപമകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആകാശത്തിലെ പറവയും വയലിലെ ലില്ലിയും പുളിമാവും ഉപ്പും സന്ധ്യാകുമ്പോൾ വാടുന്ന പുല്ലും മഹത്വമുള്ള സോളമനുമെല്ലാം യേശുവിന്റെ ഉപമകളില് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അടുത്തത് ഉപമകളില് ലളിതമായ തുടക്കം, പടിപടിയായുള്ള വളർച്ച, സർവസ്പർശിയായ പരിസമാപ്തി എന്നിങ്ങനെ ദൈവരാജ്യത്തിന്റെ വിവിധ വശങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി. അപ്പൊ ഉപമകളില് ലളിതമായ തുടക്കം, പടിപടിയായുള്ള വളർച്ച, സർവസ്പർശിയായ പരിസമാപ്തി എന്നിങ്ങനെ ദൈവരാജ്യത്തിന്റെ വിവിധ വശങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി. ഇന്ന് നമ്മളപ്പോ എന്തൊക്കെ പഠിച്ചു? എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ പറഞ്ഞ എന്തൊക്കെ മനസ്സിലായോ? യേശു സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ്? അരമായ ഭാഷ. യേശു ഏത് ഗ്രാമക്കാരനായിരുന്നു? ഗലീലിയ ഗ്രാമക്കാരായിരുന്നു യേശു. ഗ്രീക്കിൽ ഉപമയ്ക്ക് പറയുന്ന പേരെന്താണ്? പരാബോള എന്നല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അരികിൽ എറിയുക, സ്ഥാപിക്കുക എന്നതാണ് അർത്ഥം. അടുത്ത നമ്മൾ എന്ത് പഠിച്ചു? താരതമ്യം എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? നമ്മള് ഉപമ എന്താണെന്ന് പഠിച്ചു. അടുത്തത് എന്ത് പഠിച്ചു? സാരോപദേശ കഥ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും മനസ്സിലായോ? എല്ലാവർക്കും നോട്ട്ബുക്ക് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം. ടെക്സ്റ്റ് ബുക്കും വായിക്കണം കേട്ടോ. ഇനി ഒരു പ്രവർത്തനവും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. യേശു പറഞ്ഞ ഉപമകള് നിങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടെത്തി അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നമുക്കന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു,
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.